ഇപ്പോൾ പുറത്തു വരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന റിപ്പോർട്ട്. നടിമാരെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിക്കുന്നുവെന്നും സഹകരിക്കാൻ തയ്യാറാകുന്ന നടിമാരെ കോഡ് പേരിട്ട് വിശേഷിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. വഴങ്ങാത്തവരെ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കാൻ കൂട്ടായ ശ്രമമാണ് നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഓരോ വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ്. ഓരോ വിഷയവും ഈ നടിമാർ വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തു വരാതെയുള്ള ഈ റിപ്പോർട്ട് തന്നെ വളരെ അധികം ഞെട്ടലുളവാക്കുന്നതാണ്. ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിക്കും എന്ന് കരുതുന്നുണ്ടോ പ്രജിത്ത്? സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി 233 പേജുകളുള്ള റിപ്പോർട്ടാണ്, ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഗുരുതര സ്വഭാവം നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ. സ്ത്രീകളായ നടിമാരെയും മറ്റും ഈ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് നിർബന്ധിക്കുന്നു. അതിന് വഴങ്ങാത്തവരെ സംഘം ചേർന്ന് ആക്രമിക്കുകയും സൈബർ ആക്രമണമടക്കം നടത്തുകയും ഒപ്പം തന്നെ ഫീൽഡിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം വരുത്തി തീർക്കുന്നു എന്നുള്ളത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരാണെന്നും അതിനൊരു പവർ ഗ്രൂപ്പ് എന്ന രീതിയിലുള്ള ഒരു വിശേഷണമൊക്കെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എടുത്തു പറയുന്നു. ഏറ്റവും പ്രധാനമായി പറയുന്നത് ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാനുള്ള നിർബന്ധമാണ്. അതിൽ മലയാള സിനിമയിൽ തുടക്കക്കാരികളായ നടിമാർക്ക് മുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നടിമാർ വരെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ നടന്മാരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അതിന് പിന്തുണയുമായിട്ട് ഒരു പ്രേരണ നൽകാനായി സംവിധായകരോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അടക്കമുള്ളവർ ഈ രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലുകളുണ്ട്, ആ രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടത് ഈ വിഷയത്തിൽ തുടർന്ന് എന്തെല്ലാം നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നടിമാർക്ക് പ്രാഥമികമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന സാഹചര്യം സിനിമാ മേഖലയിൽ ഒട്ടനവധിയായി നിലനിൽക്കുന്നു എന്നുള്ള കണ്ടെത്തൽ വരുമ്പോഴും 4 വർഷത്തോളം ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ ഏത് രീതിയിലുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ വെച്ചല്ല, നടിമാർ പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ആദ്യഘട്ട പ്രതികരണം എന്ന രീതിയിൽ വന്നിരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഈ റിപ്പോർട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് പോലും മന്ത്രി സജി ചെറിയാനെ പോലെയുള്ളവരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഒരു വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ റിപ്പോർട്ട് ഇത്രയും കാലം സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിനോദ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വകാര്യതയെ മാനിച്ച് പുറത്തുവിടാത്ത ഭാഗങ്ങൾ ഒഴിവാക്കി ബാക്കി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിലുള്ള പരാമർശങ്ങൾ പോലും അത് ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ള നടപടികൾ അല്ലെങ്കിൽ ഇടപെടലുകൾ സംവിധാനങ്ങളൊക്കെ മലയാള സിനിമയിൽ നിലനിൽക്കുന്നു എന്ന് തന്നെ കണ്ടെത്തിയ വിഷയത്തിൽ പോലും നടപടി സ്വീകരിക്കാത്ത സാഹചര്യമുണ്ട്. ഇത്രയും കാലമായിട്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ആരോപണങ്ങൾ എന്തൊക്കെയായിരിക്കാം? വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ ഒഴിവാക്കിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നത്. ഒരുപക്ഷെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതിലുണ്ടാകാം. അതിലൊക്കെ സർക്കാർ ക്രിമിനൽ നടപടികൾ അടക്കമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ പുറത്തുവിടാത്ത ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഗുരുതരമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് പ്രാഥമികമായി നമ്മൾ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് മലയാള സിനിമയിൽ ഈ രീതിയിൽ നടിമാരെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാനുള്ള പ്രേരണ അല്ലെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒട്ടനവധി ഒരു വലിയ ഗ്രൂപ്പ് തന്നെ, ഒരു കോക്കസ് തന്നെ നിലനിൽക്കുന്നു. ആ കോക്കസിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ പുറത്താക്കുന്നു. അവർക്ക് അനുകൂലമായി നിൽക്കുന്നവരെ മാത്രം കൂടുതൽ അവസരങ്ങൾ നൽകി അവർക്ക് സിനിമകളിലും മറ്റും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ഇതിനെ എതിർക്കുന്നവരെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഈ പുറത്തുവിട്ട റിപ്പോർട്ടിൽ തന്നെ പറയപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ഒഴിവാക്കിയിരിക്കുന്ന ഈ സ്വകാര്യത മാനിച്ച് എന്ന രീതിയിൽ ഒഴിവാക്കിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഏത് രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൽ സർക്കാർ ഏത് രീതിയിലുള്ള നടപടികൾ എടുക്കുമെന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കാവുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയധികം വലിയ ആരോപണങ്ങൾ വരുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന രീതിയിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളിൽ ഏത് രീതിയിലുള്ള നടപടികൾ സർക്കാർ മുന്നോട്ട് എടുക്കുമെന്നുള്ളതാണ് ചോദ്യം ബാക്കിയാകുന്നത്. കാരണം ഒരു പരാതി ആരെങ്കിലും കൊടുത്താൽ മാത്രമേ ഇനി നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമാകുന്ന ചോദ്യം. അത് സർക്കാരിന് ഉത്തരവാദിത്തം
ഉത്തരവാദിത്തം ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ വിഷയങ്ങൾ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെയൊക്കെ പരിധിയിൽ വരുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതും. വരും ദിവസങ്ങളിൽ ആ വിഷയങ്ങളായിരിക്കും ചർച്ചയാകുന്നത്. ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം, മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ തന്നെ ഇത്തരത്തിൽ സ്ത്രീകളെ ഈ രീതിയിലുള്ള അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് വഴങ്ങാൻ നിർബന്ധിക്കുന്ന ആ ഒരു ഗ്രൂപ്പുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അവർക്കെതിരെ ഏത് രീതിയിലുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം തന്നെ ഹേമ കമ്മീഷന്റെ ഈ റിപ്പോർട്ടിൽ പറയപ്പെടുന്ന നിർദ്ദേശങ്ങൾ, മലയാള സിനിമയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ രംഗത്ത് കൂടുതൽ സ്ത്രീകൾക്ക് അവസരം ലഭിക്കാനുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിലടക്കം സ്ത്രീകളുടെയൊക്കെ വലിയ അവരുടെ പങ്കിൻ്റെ വലിയൊരു കുറവുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരാനുള്ള പിന്തുണ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം തന്നെ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം കമ്മീഷൻ നൽകുന്നുണ്ട്. ഈ ജെൻഡർ ജസ്റ്റിസ് മലയാള സിനിമാ മേഖലയിൽ നടപ്പിലാക്കേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ ഇപ്പോൾ സിനിമകളിലെ പ്രമേയങ്ങൾ പോലും സ്ത്രീവിരുദ്ധമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെയുള്ള പരിഹാരം സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. പുറത്തു വന്നിരിക്കുന്നതെല്ലാം തന്നെ വലിയ ആരോപണങ്ങളാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ പോലുമുള്ള പ്രാഥമിക സൗകര്യങ്ങളില്ല, അവർക്ക് ശൗചാലയങ്ങൾ പോലും കൃത്യമായി സിനിമാ സെറ്റുകളിൽ ഒരുക്കുന്നില്ല, വേർതിരിവുകൾ കാണിക്കുന്നു, സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുണ്ടാകുന്നു, അവർക്ക് നൽകുന്ന അക്കോമഡേഷന്റെ കാര്യത്തിൽ വേർതിരിവുകൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ രീതിയിൽ പുരുഷ താരങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തവർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകുന്നു, അവർക്കെതിരെ സംഘം ചേർന്നുള്ള സൈബർ ബുള്ളിങ് ഉണ്ടാകുന്നു. അങ്ങനെ വ്യാപകമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് പുതിയൊരു സിനിമാ മേഖലയിലേക്ക് വരുന്ന മോഹങ്ങളുമായി എത്തുന്ന ഒരു പുതുമുഖ നടിക്ക് പോലും വലിയ രീതിയിലുള്ള ഈ രീതിയിലുള്ള മോശമായിട്ടുള്ള പ്രവണതകൾ നേരിടേണ്ടി വരുന്നു. അതിൽ നിന്ന് എതിർക്കുന്നവർ, അല്ലെങ്കിൽ അതിൽ നിന്ന് സർവൈവ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് നേരെ ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ്. അവരുടെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ വ്യാപകമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. കാരണം ഒട്ടനവധി പേരുടെ അനുഭവങ്ങളും അവർക്ക് നേരിട്ട പ്രതിസന്ധികളും ഒക്കെയാണ് ഈ റിപ്പോർട്ടിൽ കമ്മീഷന്റെ കണ്ടെത്തലുകളായി വന്നിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ മലയാള സിനിമയിലെ പ്രമുഖ നടിമാരുടെ വരുടെ മൊഴികൾ ഇതിലുണ്ട്, അവരുടെയൊക്കെ അനുഭവങ്ങളുണ്ട്. എല്ലാവരുടെയും അനുഭവങ്ങളുടെ പ്രാഥമികമായി ഉണ്ടാകുന്നത് ഒരു മനുഷ്യാവകാശ ലംഘനവും സ്ത്രീകൾക്കെതിരെയുള്ള ഈ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങണമെന്നുള്ള ആവശ്യങ്ങളും വ്യാപകമായി മലയാള സിനിമയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രശ്നം എന്താണ് എന്നുള്ളതിനുള്ളൊരു പ്രാഥമിക രേഖയായി ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ പുറത്തു വന്ന ഭാഗങ്ങൾ മാത്രം പരിഗണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ബാക്കിയാകുന്ന ചോദ്യം. പ്രത്യേകിച്ച് ഒരു പല നടിമാരും ഈ മൊഴികൾ നൽകിയിരിക്കുന്നത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പിൽ തന്നെയാണ്. അപ്പോൾ ആ ഉറപ്പ് നിലനിർത്തിക്കൊണ്ട് സർക്കാരിന് ഏത് രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനാകുമെന്നുള്ളതാണ് ബാക്കിയാകുന്ന ചോദ്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഈ പുറത്തു വന്നതും ഇനി പുറത്തു വരാത്തതുമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. കാരണം ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ സ്ത്രീകളോട് ആവശ്യപ്പെടുന്നതും അതിന് തയ്യാറാകാത്തവരെ അവരുടെ തൊഴിൽ സാധ്യതകൾ അടക്കം ഇല്ലാതാക്കുന്നതുമെല്ലാം ആ ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെയൊക്കെ ഭാഗമായി നടപടികൾ, അല്ലെങ്കിൽ കേസുകളടക്കം FIR അടക്കം രജിസ്റ്റർ ചെയ്ത് സ്വമേധയാ FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാവുന്ന സാഹചര്യം നിലനിൽപ്പുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ നൽകിയാൽ മാത്രമേ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാരിന് പറഞ്ഞ് അങ്ങനെ കൈയെഴുക്കാൻ കഴിയുന്ന സാഹചര്യം ഒന്നുമല്ല ഉള്ളത്. അപ്പോൾ നിയമപരമായ നടപടികൾക്ക് സർക്കാർ ഒരുങ്ങുമോ എന്നുള്ളതാണ് പ്രധാനമാകുന്ന ചോദ്യം. ഈ പറഞ്ഞ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ പുറത്തു വരാത്ത ഭാഗങ്ങളുടെ ഭാഗമായി, പ്രത്യേകിച്ച് 233 പേജുകൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒഴിവാക്കിയ ഒട്ടനവധി ഭാഗങ്ങൾ ഇനിയുമുണ്ട്. വിവിധ പാരഗ്രാഫുകളുണ്ട്. ചില നടിമാരുടെയൊക്കെ മൊഴികളുടെയൊക്കെ, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തുവിടാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ, ഇതിന്റെ രഹസ്യാത്മക നിലനിർത്തിക്കൊണ്ട് തന്നെ, ഈ മൊഴി നൽകിയത് ആരാണെന്നുള്ളത് പുറത്തുവിടാതെ അത് സർക്കാർ രഹസ്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്കൊക്കെ സർക്കാർ നീങ്ങുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം. കാരണം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് ആരോപണങ്ങൾ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ തന്നെ പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞു. പൊതുസമൂഹത്തിന് മുന്നിൽ അത് കൃത്യമായിട്ടുണ്ട്. അതും പുറത്തുവിട്ട ഭാഗങ്ങളുടെ മാത്രം കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇനി അറിയേണ്ടത് സർക്കാർ ഏത് രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മന്ത്രി ശശി ചെറിയാന്റെ ആദ്യ പ്രതികരണം വന്നത് പരാതികൾ ലഭിച്ചാൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമായിരിക്കുമോ സർക്കാർ മുന്നോട്ട് പോകുക, അതോ ഇതിനൊരു സംസ്ഥാനത്തെ ഒരു വലിയ ഒരു തൊഴിൽ മേഖലയെ തന്നെ അവിടെ സ്ത്രീകൾ നേരിടുന്ന വ്യാപകമായ ഒരു പ്രശ്നമായി വലിയൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് സർക്കാർ രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായി ചിന്തിക്കുന്ന എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ 4 വർഷത്തോളമായി ഈ റിപ്പോർട്ടിന്റെ മുകളിൽ അടയിരിക്കുന്നതായിരുന്നു സർക്കാർ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള ലൈംഗികാവശ്യങ്ങൾക്ക് സ്ത്രീകളെ
നിർബന്ധിക്കുന്നതിനടക്കമുള്ള ഈ വലിയൊരു കോക്കസ് അത് പ്രമുഖ നടന്മാരുടെ ഈ പവർ ടീം അടക്കമുള്ള പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഒക്കെ ചേർന്നുള്ള ഈ ഒരു വലിയ സംഘത്തിനെതിരെ ഏത് രീതിയിലുള്ള നടപടികൾക്ക് അല്ലെങ്കിൽ ഈ മോശം പ്രവണതകൾ ഇല്ലാതാക്കാൻ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ബാക്കിയാകുന്ന ചോദ്യം. WCC അടക്കമുള്ള സംഘടനകൾ വർഷങ്ങളായി ഉന്നയിച്ച പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും റിപ്പോർട്ട് നൽകിയിട്ട് പോലും വർഷങ്ങളോളം ആ റിപ്പോർട്ട് വെളിച്ചം കാണാതിരുന്നതിന് പോലും ഇത്തരം നടപടികൾക്ക് അല്ലെങ്കിൽ വ്യക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, സർക്കാരിന് നൽകിയിരിക്കുന്നു. ഈ സിനിമാ മേഖലയിലെ നടിമാരുടെ വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ഇതിന്മേൽ സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ കേസെടുക്കുമോ, നടപടിയെടുക്കുമോ? പ്രമുഖ നടന്മാർ അടക്കമുള്ളവരുടെ പേരുകൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്മേൽ ഇനി എന്ത് നടപടി എന്നുള്ളതാണ് എല്ലാവരും ഉയർത്തുന്ന ചോദ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്.